ഒരാഴ്ച കൊണ്ട് ഇറാനെയും തോൽപ്പിച്ച് ഈ ലോകം തന്നെ കീഴടക്കി ലോകത്തിൻ്റെ രാജാക്കന്മാരായി വാഴാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ. അതായത് ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയുടെ ആയുധപ്പുരയെ കാലിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും ഖജനാവിനെയും ബാധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനമായ പെൻറ്റഗൺ പുറത്തുവിട്ട കണക്കുകൾ മാത്രം പ്രകാരം 38 ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിനായി അമേരിക്ക $35 ബില്യൺ അഥവാ 3.3 ലക്ഷം കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. എന്നിട്ടും ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുമില്ല. അമേരിക്കയുടെ ആയുധം മാത്രമല്ല, സൈന്യവും കുറഞ്ഞു വരികയാണ്. പെൻറ്റഗൺ റിപ്പോർട്ടിനനുസരിച്ച് യുദ്ധത്തിൻ്റെ ഓരോ ദിവസവും $1 ബില്യൺ, ശരാശരി 9,000 കോടിയിലധികം രൂപ ആയുധങ്ങൾക്കായി മാത്രം ചെലവഴിച്ചു വരികയാണ്. യുദ്ധത്തിൻ്റെ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം $5.6 ബില്യൺ അഥവാ 46,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ആയുധങ്ങളാണ് അമേരിക്ക ഉപയോഗിച്ച് തീർത്തത്. ഇതുകൂടാതെ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനിക മിസൈലുകളിൽ ഭൂരിഭാഗവും ഇറാനെതിരെ പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശത്രുക്കളുടെ പ്രതിരോധം തകർക്കാൻ ഉപയോഗിക്കുന്ന JASSM-ER എന്ന 1500 മിസൈലുകളാണ് അമേരിക്കയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത്. അതിൽ 1100 എണ്ണവും ഇറാനെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി 400 എണ്ണം വെച്ച് ഒന്നും ചെയ്യാൻ അമേരിക്കക്കാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിനു പുറമെ 1200 പാട്രിയറ്റ് മിസൈലുകളും ഉപയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ ഒരു പാട്രിയറ്റ് മിസൈലിന് മാത്രം $4 മില്യൺ, അതായത് 33 കോടി രൂപയിലധികം വില വരും. ഇത് അമേരിക്കയുടെ നാശത്തിലേക്കുള്ള പോക്കാണ്. കാരണം കുറേ യുദ്ധം ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഇറാനെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലും ചേർന്ന് ഒരുപക്ഷെ കഴിയുമായിരിക്കാം. പക്ഷേ അതിനുശേഷം ഈ ആയുധങ്ങൾ ഇത്രയധികം ഉപയോഗിച്ചതിന് ശേഷം അമേരിക്കയുടെ ഭാവി സുരക്ഷയെ ബാധിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ചൈനയെയും റഷ്യയെയും പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഭാവിയിൽ ഒരു യുദ്ധഭീഷണി ഉണ്ടായാൽ അതിനെ നേരിടാൻ ആവശ്യമായ ആയുധങ്ങൾ നിലവിൽ അമേരിക്കയുടെ ശേഖരത്തിൽ ഇല്ല എന്നുള്ള മുന്നറിയിപ്പ് പ്രതിരോധ വിദഗ്ധർ നൽകിക്കഴിഞ്ഞു. തീർന്നുപോയ ആയുധങ്ങൾ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ 1-2 ദിവസം പോരാ, അതിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് സത്യത്തിൽ അമേരിക്ക ഇറാൻ യുദ്ധത്തോടെ തകർന്നിരിക്കുന്നു. മറ്റൊരു രാജ്യത്തെയും ഒന്ന് തുറിച്ചു നോക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അമേരിക്ക ദുർബലമാകുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ദുർബലമായി എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് കിട്ടുന്ന തിരിച്ചടികൾ ചെറുതായിരിക്കില്ല. ഏതായാലും ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയത് മുതൽ അമേരിക്ക തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇറാനെ തൊട്ട് കൈപൊള്ളിയ അമേരിക്ക ഇനി ലോകരാജ്യങ്ങളുടെ ഒരു കളിപ്പാവയാവുന്നതും വിദൂരമല്ല.